കോഴിക്കോട് ടൗണിൽ വന്നിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത അയക്കോറ ഫ്രൈയും കൂട്ടിയിട്ട് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കിട്ടിലൻ സ്പോട്ടിലേക്കാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. എന്നോട് ഒരുപാട് പേര് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ലഞ്ച് സ്പോട്ടാണ് പുതിയറുള്ള അമ്മാമസ്. മസാല പുരട്ടി വെച്ച അയക്കോറയും സ്രാവും മൈലയും തവയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ ഊണിൻ്റെ കൂടെ ഇവിടെ തേങ്ങ അരച്ച മീൻകറിയും സാമ്പാറും പച്ചടിയും ഉപ്പേരിയും ചമ്മന്തിയൊക്കെ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പം എങ്ങനെയൊന്ന് കഴിച്ചു നോക്കിയാലോ. ആദ്യം ഇല ഇട്ടു, പിന്നെ വെള്ളം വന്നു, പിന്നെ പച്ചടിയും ചമ്മന്തിയും ഉപ്പേരിയും ഒക്കെ വന്നു, പിന്നെ ചോറ് വിളമ്പിട്ടോ. അതിൻ്റെ കൂടെ നല്ല തേങ്ങ അരച്ച മീൻകറിയും സാമ്പാറും. തീർന്നിട്ടില്ല, ഒരു പപ്പടം ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സ്പെഷ്യൽ അയക്കോറ ഫ്രൈ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്. ഫിഷ് ഫ്രൈയുടെ കൂടെ ഇവരുടെ സ്പെഷ്യൽ മസാല അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് ഊണ് കഴിക്കണം, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ സ്പോട്ടാണ് കേട്ടോ. കോഴിക്കോട് വരുമ്പോൾ ഉച്ച സമയത്ത് അമ്മാമസിൽ വന്നിട്ട് 2-3 പ്രാവശ്യം ഊണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഗോകുലം മാളിൻ്റെ തൊട്ട് ചാരിയിട്ടുള്ള ഇട റോഡിലൂടെ ഇതിലേക്ക് വരാം കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 12 മണിയാകുമ്പോഴേക്കും നല്ല വിഭവസമൃദ്ധമായ ഊണും അതിൻ്റെ കൂടെ ഇവിടുത്തെ സ്പെഷ്യൽ അയക്കോറ ഫ്രൈയും ഒക്കെ റെഡിയാവും കേട്ടോ. 25 വർഷത്തെ പാരമ്പര്യം ഉണ്ട് കേട്ടോ അമ്മാമസിന്. നല്ല നാടൻ ഊണും അതിൻ്റെ കൂടെ മീൻ വറുത്തതോട്ടെ ഈ കടയുടെ സ്പെഷ്യൽ. ഏകദേശം ഒരു 12 മണി മുതൽ 3 മണി വരെയാണ് ഇവിടെ ഊണ് കൊടുക്കുന്നത്. ഒരുപാട് പാർസൽ ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഊണിൻ്റെ കൂടെ സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ കറികളും വളരെ സ്പെഷ്യലാണ്. 90% വിറകടുപ്പുള്ള പാചകമായിട്ട് ഇവിടെ വരുന്നത്. വീടിനോട് ചേർന്നിട്ട് തന്നെ ആയിട്ട് അമ്മാമസ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കയറി വന്നപ്പോഴേക്കും തവയിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മസാല പുരട്ടി വെച്ച മീൻ അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ അയക്കോറാണ് എല്ലാം വിറകടുപ്പിലാണോ? ഭയങ്കര മസാല വെച്ച് വെച്ചിട്ടില്ലേ? ഇതെല്ലാം അയക്കോറാണല്ലേ? അത് മൊത്തം അയക്കോറാണല്ലേ? അയക്കോറ അയില എന്നും ഉണ്ടാവും അല്ലേ? അയക്കോറ എന്തായാലും അയില നല്ല അയില കിട്ടുമ്പോൾ തേങ്ങ അരച്ച മീൻകറി ഇവരുടെ സ്പെഷ്യലാണ് കേട്ടോ. ഊണിൻ്റെ കൂടെ ഊണിന് 60 രൂപയായിട്ട് വരുന്നത്. മറ്റു മീനുകൾക്ക് അന്നന്ന് വില വരുന്നതിനനുസരിച്ച് കൂടും. ചെമ്പല്ലിയും അഴിക്കോറയും അയിലൊക്കെ ഒരുമിച്ചാണ് പൊരിക്കുന്നത്. പൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ടും. ഇത് പുറമെ ഇവരുടെ സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ. അത് ഇവരുടെ ഫേവറേറ്റ് ആണ്. പണിക്കാരൊക്കെ 12 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ 3 മണി വരെ ഇവർക്കൊരു റെസ്റ്റും ഉണ്ടാകും. അത്രയ്ക്ക് തിരക്കായിരിക്കും ആ സമയത്ത്. പച്ചടിയാണ്. ചമ്മന്തിക്ക് എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? ഇല്ല, ചമ്മന്തി മാറി മാറിയിട്ടുണ്ട്. ഏകദേശം എത്ര വർഷം ഇവിടെ കട തുറന്നിട്ട്? 25 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലേ? പാർസൽ അത്യാവശ്യം പോകുന്നുണ്ടല്ലേ? പാർസൽ പോകും.
ഒരു 11:45 ആകുമ്പോഴേക്കും ഇവിടെ പാർസലൊക്കെ റെഡി ആവും കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരു പാർസൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സും നേഴ്സുമാരും നല്ല ഹോസ്പിറ്റൽ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് അല്ലേ? ഏകദേശം മീനുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 ഐറ്റം മീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഐക്കോറ, അയല, സ്രാവ് അല്ലെങ്കിൽ ചെമ്പല്ലി. അപ്പോൾ ഇനി തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് വന്നിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ രുചിവിശേഷങ്ങളും ഭക്ഷണ രീതികളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. വാഴ ഇലയിലാണ് കേട്ടോ ഇവിടെ ഊണ് വിളമ്പുന്നത്. ആദ്യം ഇലയിട്ടു, പിന്നെ വെള്ളം വന്നു. മതി. ആ സാമ്പാർ കുറച്ച് മതി. മതി മീൻകറി. ഏതാണ് ഐക്കോറേ? ഇതിൻ്റെ ഒരു മസാലയാണ് അല്ലേ? അത് മതി. അല്ല അയില എടുത്തോ. അയില ആ ഓക്കെ. ആ ഐക്കോറ ഫ്രൈന്ന് ഒരു പീസ് എടുത്ത് ഇവിടെ മസാല മിക്സ് ചെയ്തിട്ട് ആ മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. അപ്പോൾ ഇനി കോഴിക്കോട് വരുമ്പോൾ ഊണ് കഴിക്കാൻ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.